ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയ കേശവ് ന്യൂ വ്ലോഗ്. നമുക്കിന്നൊരു ഈസി റെസിപ്പി കണ്ടു നോക്കിയാലോ? നിങ്ങൾ ചേമ്പിലപ്പം കേട്ടിട്ടുണ്ടോ? കോങ്ങണീസുകാരുടെയൊക്കെ ഫേവറേറ്റ് ഡിഷാണ് ചേമ്പിലപ്പം. ചേമ്പിലപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പിന്നൊരിക്കൽ ഇടാം കേട്ടോ. ഇന്ന് ചേമ്പിലപ്പം കൊണ്ട് ഒരു ഈസി റെസിപ്പി നോക്കാം. ആദ്യം പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ചു. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലിടും. അത് കഴിഞ്ഞിട്ട് ചേമ്പിലപ്പം കൈ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ പാനിലോട്ട് ഇടുക. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് കുറച്ചൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ അതിലോട്ട് വേണമെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം. ഞാൻ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഇനി അത് പെപ്പർ ആഡ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യാം. നമ്മുടെ ഈസി റെസിപ്പി കഴിഞ്ഞിരിക്കുന്നു. സിമ്പിൾ അല്ലേ ഗൈസ്? ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതേ കൂട്ടത്തിൽ പപ്പടവും കൂടി എടുത്തിട്ടുണ്ട്. പപ്പടവും ആ ചേമ്പിലപ്പം ഉപ്മാവും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കി. കൊള്ളായിരുന്നു ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. കർക്കിടക മാസത്തിലൊക്കെ ചേമ്പിലപ്പം കഴിക്കണതൊക്കെ നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ ഈ കൂട്ടത്തിൽ കട്ടൻ ചായയും കൂടി കോമ്പിനേഷനായിട്ട് കുടിച്ചിട്ടുണ്ട്. അതായിരുന്നു ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ, ചേമ്പിലപ്പത്തിൻ്റെ കട്ടൻ ചായ. അപ്പോൾ ഓക്കെ, ബൈ.